ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ചെമ്പനീർ പൂവ് സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പം നേരെ നമുക്ക് സച്ചിയുടെയും രേവതിയുടെയും ഒക്കെ നാളത്തെ ആ ഒരു ഗംഭീരമായിട്ടുള്ള കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടി ടെക്സ്റ്റൈൽ ഷോപ്പിലെത്തി അവിടെ നിന്നും ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തിട്ട് അവിടെ നിന്ന് മടങ്ങി വീട്ടിലേക്ക് വരിക. അപ്പം ഈ സമയമാണെങ്കിലും ചന്ദ്രമതി വീട്ടിലെ പണികളൊക്കെ ചെയ്ത് വളരെയധികം ക്ഷീണിതയായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഈ അച്ഛമ്മ ഒന്ന് ഈ വീട്ടിൽ നിന്ന് പോയാൽ മാത്രമേ താനൊന്ന് രക്ഷപ്പെടുകയുള്ളൂ. എന്തായാലും ചന്ദ്രമതിയുടെ ഇരിപ്പും മട്ടും ഒക്കെ കണ്ടപ്പോൾ നമ്മുടെ ശ്രുതിക്ക് പാവം തോന്നുന്നുണ്ട്. സഹായിക്കാനായിട്ടുള്ള മനസ്സൊന്നും അല്ല. എന്നാലും ശ്രുതി നമ്മുടെ ചന്ദ്രയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, ആൻറ്റിയെ ഞാൻ ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ടോ? വേണ്ട മോളെ, നീ നല്ലപോലെ ക്ഷീണിച്ചു തന്നെയല്ലേ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നത്. എന്തായാലും ആരും സഹായിക്കൊന്നും വേണ്ട. ഇന്ന് ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. എൻ്റെ അമ്മ സ്ഥലം വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആകും. പഴയതുപോലെ വീട്ടിലെ എല്ലാ ജോലികളും രേവതിയുടെ തലയിലും ആകുമെന്ന്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ സച്ചിയും രേവതിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം രേവതിയും സച്ചിയും കണ്ടതും ചന്ദ്രമതി ആണെങ്കിൽ അടിമുടി ഒന്ന് നോക്കി. അതിനുശേഷം നമ്മുടെ രേവതിയോട് ചോദിക്കുന്നുണ്ട്, അല്ല രേവതി, സച്ചി നീ കൂടി ഇവിടുന്ന് പോയപ്പം സച്ചി ഇട്ടിരുന്ന ഡ്രസ്സല്ലല്ലോ ഇപ്പൊ ഇട്ടിരിക്കുന്നത്, എന്തു പറ്റി? അപ്പം രേവതിയാണെങ്കിലോ അത് ഷർട്ടിൽ ചെളിയായതാണെന്നും സച്ചിയാണെങ്കിൽ അത് ചെറിയൊരു പ്രശ്നം പറ്റിയതാണെന്നും ഒക്കെ പറഞ്ഞു. രണ്ടുപേരും രണ്ട് രീതിയിൽ മറുപടി പറഞ്ഞതും അച്ചമ്മയും രവിയും ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിയിട്ടോ. അതെന്താ ഇവർ രണ്ടുപേരും രണ്ട് കാര്യങ്ങൾ പറയുന്നത്? സച്ചിയാണെങ്കിലോ വന്ന പാടെ തന്നെ രേവതിയോട് പറഞ്ഞു, അതെ എനിക്കൊരു ഓട്ടോ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോവാ. രേവതി ആണെങ്കിൽ സച്ചി ഇങ്ങനെ പെരുമാറുള്ളൂ എന്ന് ആൾക്ക് നല്ല നിശ്ചയമുണ്ടല്ലോ. അവളാണെങ്കിൽ സച്ചിയോട് പറഞ്ഞു, ശരി സച്ചിയേട്ടാ, നിങ്ങൾ ട്രിപ്പിന് പോയിട്ട് വന്നോ, ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. അങ്ങനെ നമ്മുടെ രേവതി നേരെ കിച്ചണിലേക്ക് പോവാ. ചന്ദ്രമതി ആണെങ്കിൽ ശ്രുതിയോട് പറഞ്ഞു, അല്ലടി മോളെ, ഇവര് രണ്ടുപേരും പോയ മട്ടിലല്ലല്ലോ തിരിച്ചു വന്നിരിക്കുന്നത്. മിക്കവാറും ലക്ഷ്മിയുടെ വീട്ടിൽ ചെന്നിട്ട് ഇവൻ വഴക്കുണ്ടാക്കിയ ലക്ഷണമുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കണമല്ലോ. ആൻറ്റി എന്തായാലും വിഷമിക്കണ്ട, ഞാൻ രേവതിയോട് ന്യൂട്രലിൽ പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി കിച്ചണിലേക്ക് ചെല്ലുക. രേവതി വലിയ വിഷമത്തിൽ, സച്ചി പോയ സങ്കടത്തിൽ അങ്ങനെ നിൽക്കുക. വിവാഹ വാർഷിക ദിവസമാണല്ലോ, അതുകൊണ്ട് തന്നെ സച്ചി ഇങ്ങനെ ചെയ്തതിൻ്റെ സങ്കടത്തിൽ രേവതി അവിടെ അങ്ങനെ നിൽക്കുമ്പം ശ്രുതി ആണെങ്കിൽ നമ്മൾ രേവതിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവളോട് കുത്തി കുത്തി ചോദിക്കാൻ തുടങ്ങി, അല്ല എന്താ സംഭവം? നീയും സച്ചിയും കൂടി പോയതുപോലെയല്ലല്ലോ മടങ്ങി വന്നിരിക്കുന്നത്. എന്താ രേവതി, നിന്റെ വീട്ടിൽ ചെന്നപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? രേവതി ആണെങ്കിലും ശ്രുതിയോട് പറഞ്ഞു, അതെ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് ശ്രുതിയെ ബാധിക്കില്ലല്ലോ. അപ്പൊ ഞാൻ നിന്റെ വീട്ടിലെ കാര്യങ്ങളിൽ ഇടപെട്ടപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? എടി ഇതുപോലെ തന്നെയാ എൻ്റെ വീട്ടിലെ കാര്യങ്ങളും എൻ്റെ അച്ഛൻ എനിക്ക് പൈസ തന്ന കാര്യങ്ങളും ഒക്കെ സംസാരിച്ച് സച്ചി ഈ വീട്ടിൽ വന്ന സമയത്ത് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയല്ലോ. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞായിരുന്നോ? നിനക്ക് ഇപ്പൊ ഫീൽ ചെയ്തല്ലോ എന്തോ ഒരു വല്ലായ്മ. ഇത് തന്നെയാണ് എനിക്കും തോന്നിയിരുന്നത്. അതുകൊണ്ട് നിന്നോട് ഞാൻ ഇനി ഒരു കാര്യവും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോവുക. രേവതി ആണെങ്കിൽ ശ്രുതി ഇങ്ങനെയൊക്കെ ചോദിച്ചതിൻ്റെ ദേഷ്യത്തിൽ അവിടെ അങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ ജയിലിൽ നിന്നും നമ്മുടെ ആന്റണി വെളിയിൽ ഇറങ്ങുക. അപ്പം ആന്റണിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആന്റണിയുടെ 2-3 ശിങ്കിടികളും അതുപോലെ നമ്മുടെ ശരത്തും കൂടി അവിടെ നിൽക്കുക. അങ്ങനെ ശരത്താണെങ്കിൽ വലിയ കാര്യത്തിന്, എൻ്റെ ആന്റണി ചേട്ടൻ പുറത്തിറങ്ങിയല്ലോ. ആന്റണിക്ക് ഒരു മാലയൊക്കെ അണിയിച്ച് ആന്റണിയെ വലിയ കാര്യത്തിന് സ്വീകരിച്ചു. ആ സമയമാണെങ്കിൽ നമ്മുടെ ആന്റണി ചോദിച്ചു, അല്ലട ശരത്തെ, നിന്റെ പെങ്ങൾക്കും അളിയനും ഒക്കെ സുഖം തന്നെയാണോ? ഒന്നും പറയണ്ട, ആന്റണി ചേട്ടൻ ഇന്ന് ഇറങ്ങുന്ന ദിവസമായതുകൊണ്ട് ആന്റണി ചേട്ടനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനും വന്നിരിക്കുന്നത്. പിന്നെ സച്ചി ചേട്ടനെയും രേവതി ചേച്ചിയുടെയും വെഡിങ് ആനിവേഴ്സറി ഇന്ന്, അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഷർട്ടും ഒരു സാരിയും ഒക്കെ ഗിഫ്റ്റ് ചെയ്തതാ. ഞാൻ വാങ്ങിക്കൊടുത്ത ഷർട്ടാണെന്ന് പറഞ്ഞ് അയാൾ അതൊക്കെ വലിച്ചു കീറിയിട്ടാ പോയിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരം അയാളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൽ പങ്കെടുക്കാനൊന്നും പോകുന്നില്ല, അമ്മയും ദൈവവും പോകുമെന്നൊക്കെ ആന്റണിയോട് വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ ശരത്ത് പറയുക. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ആന്റണി ആണെങ്കിലോ, ചേടാ നീ ആ സച്ചിയുടെ അളിയനായിട്ട് നീ ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാതിരുന്നു കഴിഞ്ഞാൽ വലിയ മോശമല്ലേ? നീ വാങ്ങിക്കൊടുത്ത ഷർട്ടാണല്ലോ അവൻ വലിച്ചു കീറിയത്.
അതുകൊണ്ട് നീ ഇന്ന് ആ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് ദേ നല്ല കൂടിയ ഒരു ഷർട്ട് അവന് സമ്മാനമായിട്ട് കൊടുക്കണം. നീ നല്ല മിടുക്കനാണെന്ന് സച്ചിയും സച്ചിയുടെ വീട്ടുകാരും ഒക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് നമ്മുടെ ആന്റണി പറയുക. ആന്റണി പറഞ്ഞാൽ പിന്നെ അപ്പീലില്ലല്ലോ. അങ്ങനെ നമ്മുടെ ശരത്താണെങ്കിൽ ആന്റണി നൽകിയ പണവുമായിട്ട് മടങ്ങി പോരുക. ഈ സമയം നമ്മുടെ ആന്റണിയുടെ കൂട്ടുകാരന്മാർ ചോദിച്ചു, അല്ലടാ നീ എന്തിനാ ആ സച്ചിയും രേവതിയും കാരണമല്ലേ നീ ഇപ്പൊ ലോക്കപ്പിൽ കയറിയത് തന്നെ? ഇനി എന്തിനാ വെറുതെ അവർക്ക് ഷർട്ടും സാരിയും ഒക്കെ മേടിക്കാനുള്ള പൈസ നീ ശരത്തിന്റെ കയ്യിൽ കൊടുത്തു വിട്ടേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ തന്നെ ആന്റണി പറഞ്ഞു, എടാ മണ്ടന്മാരെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ ദേ ഞാൻ ഇപ്പൊ ഇങ്ങനെ ചെയ്തത് എന്തിനാണെന്ന്? എടാ ശരത്ത് അവിടെ പോകുകയും അവൻ പുതിയ ഷർട്ട് വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ സച്ചി നേരത്തെ ചെയ്തതിന്റെ അപ്പുറത്തെ കാര്യങ്ങൾ ചെയ്യാനും തുടങ്ങും. അങ്ങനെയാണെങ്കിൽ ആ പെങ്ങളുടെയും അളിയന്റെയും വെഡിങ് ആനിവേഴ്സറി കൊളാവില്ലേ മോനെ? അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ആന്റണി ബുദ്ധിപൂർവ്വം കളിച്ചതാണെന്ന്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ആന്റണിയുടെ ഫ്രണ്ട്സ് ഫുൾ ഹാപ്പിയായി. അങ്ങനെ അവന്മാരൊക്കെ വലിയ സന്തോഷത്തിൽ നിൽക്കുക. ഈ സമയമാണെങ്കിലോ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഒക്കെ വീട്ടിൽ കാണിക്കുക കേട്ടോ. അപ്പം വലിയ സന്തോഷത്തിലെല്ലാവരും. നമ്മുടെ ശ്രുതിയും ഒക്കെ ആണെങ്കിൽ ഭയങ്കര അലങ്കോലപ്പണികളാണല്ലോ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? എന്ത് ചെയ്യാനാ, ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇതൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇവർ നമ്മുടെ ചന്ദ്രമതിയോടൊപ്പം കൂടിയിട്ട് ഈ പരിപാടിയൊന്നും ദഹിക്കാത്ത രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ അച്ഛമ്മയും അതുപോലെ നമ്മുടെ രവിയും അതുപോലെ രേവതിയും ഒക്കെ നല്ല സന്തോഷത്തിലാണ്. സച്ചിയൊക്കെ ആണെങ്കിൽ അവർ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി നിൽക്കുമ്പം നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടി പുറത്തേക്ക് പോയിരിക്കുകയാണ്. സച്ചിക്കും രേവതിക്കും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പുറത്തേക്ക് പോയിരിക്കുന്നത്. അങ്ങനെ ഇതാ അവർ മടങ്ങി വരിക. കയ്യിലാണെങ്കിൽ വലിയൊരു ബോക്സ്. അതിനകത്ത് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ സുധി അവരുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പൊ തന്നെ നമ്മുടെ വർഷ പറഞ്ഞു, അതെ ഇതിനകത്തൊരു സ്പെഷ്യൽ കേക്കാ. ശ്രീകാന്ത് സ്പെഷ്യലായിട്ട് അവന്റെ ഏട്ടനും ഏട്ടത്തിയമ്മയ്ക്കും വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന കേക്ക്. കൊള്ളാലോ. അപ്പൊ ഇത്രയും വലിയ കേക്കൊക്കെ ഉണ്ടാക്കുമല്ലേ ഇവൻ. എന്തായാലും ഇത് പൊളിച്ചു കൂട്ടോ. അങ്ങനെ അവർ ആ കേക്ക് വളരെ പാടുപെട്ട് തന്നെ ആ ടേബിളിൽ അങ്ങ് അറേഞ്ച് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മുടെ ലക്ഷ്മിയമ്മയും അതുപോലെ ദേവും കൂടി വന്നതും രേവതി അവരുടെ അടുത്തേക്ക് ഓടി ചെല്ലുക. അമ്മ ഒരുപാട് സന്തോഷമായിട്ടോ, അമ്മയും ദേവും വന്നല്ലോ. അങ്ങനെ ഇവര് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ചന്ദ്രമതിയുടെ വക ഒരു കുത്തുവർത്താനം. അല്ല ഇതെന്താ മോളുടെയും മോന്റെയും ഒക്കെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് കയ്യിലൊന്നും ഇല്ലാതെയാണോ ലക്ഷ്മിയമ്മ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ലക്ഷ്മിയമ്മയ്ക്ക് ഒരു വിചാരമുണ്ട്, ഒരു മുഴം മുല്ലപ്പൂവും കുറച്ച് ഫ്രൂട്ട്സും കൂടി വാങ്ങിച്ചു തന്നാൽ എല്ലാം അങ്ങോട്ടായെന്ന്. എന്തായാലും ഇതൊക്കെ കണ്ടപ്പോഴും കേക്കും ഒക്കെ ചെയ്തതും നമ്മുടെ സച്ചിക്കും നമ്മുടെ മുത്തശ്ശിക്കും ഒന്നും തീരെ ദഹിക്കുന്നില്ല. അവരെല്ലാരും ചന്ദ്രമതിയെ രൂക്ഷമായിട്ട് നോക്കുമ്പം രവി പറഞ്ഞു, ചന്ദ്രേ നീ ഒന്ന് അടങ്ങി നിൽക്ക്. അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ വർഷയുടെ അമ്മ മഹിമ എത്തുന്നത്. മഹിമ വന്ന പാടെ തന്നെ മഹിമയെ കണ്ട പാടെ തന്നെ നമ്മുടെ വർഷ ഓടി ചെന്നിട്ട് കെട്ടിപ്പിടിച്ചു. അമ്മയും എത്തിയല്ല, അല്ല മധുസൂദനൻ വന്നില്ലേ എന്ന് മഹിമയോട് നമ്മുടെ രവി അന്വേഷിക്കുക. ഇല്ല, പുള്ളിക്കാരന് ചില തിരക്കുകളൊക്കെ ഉണ്ട്. എന്തായാലും രേവതിക്കും സച്ചിക്കും വിവാഹമംഗള ആശംസകൾ എന്നൊക്കെ പറഞ്ഞ് മഹിമയാണെങ്കിൽ വലിയ കാര്യത്തിന് അവരുടെ കയ്യിൽ കരുതിയിരുന്ന ഒരു ഗോൾഡിന്റെ ബോക്സ് എടുക്കുക. അത് ഓപ്പൺ ചെയ്തതും അതിനകത്ത് നിന്നും 2 സ്വർണവളകൾ. കൊള്ളാലോ, കോളടിച്ചു. എന്തായാലും ഇതൊക്കെ കണ്ടു നിൽക്കുമ്പോ ചന്ദ്രമതി ആണെങ്കിൽ വല്ല ആവശ്യമുണ്ടോ? കുപ്പത്തൊട്ടി കിടന്ന പെണ്ണിനാ ഇവർ ഈ സ്വർണവളയൊക്കെ കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ശ്രുതിക്കും ചെറിയൊരു കുശുമ്പൊക്കെ ഉണ്ട്. ശ്രുതി രഹസ്യമായിട്ട് നമ്മുടെ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, അല്ല ഇനിയിപ്പം 1 വർഷം ആകുന്ന സമയത്ത് നിനക്കും ഇതുപോലെ 2 സ്വർണവള കിട്ടാനുള്ള സാധ്യതയുണ്ടല്ലോ. എൻ്റെ ശ്രുതി ഒന്ന് മിണ്ടാതിരിക്കെന്ന് പറഞ്ഞ് ശ്രുതിയുടെ കാതില് നമ്മുടെ ശ്രുതി അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ ഈ ആന്റിയോട് ചോദിച്ചു നോക്കാം, അടുത്ത വെഡിങ് ആനിവേഴ്സറിക്ക് ഇവർ നമുക്കിത് ഗിഫ്റ്റ് ചെയ്യുമോന്ന്. എൻ്റെ പൊന്നോ, നിങ്ങളെപ്പോലൊരു മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവള് ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ ചന്ദ്രമതി ആണെങ്കിലോ, എൻ്റെ പൊന്നു മഹിമേ നിങ്ങളുടെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. നിങ്ങളുടെ ഭർത്താവിനെ ഉപദ്രവിച്ചവനാ എൻ്റെ മകൻ സച്ചി. എന്നാലും നിങ്ങളിതേ ഇപ്പൊ രേവതിയോട് ഈ കാണിക്കുന്ന സ്നേഹം ഉണ്ടല്ലോ, അത് എത്ര വർണ്ണിച്ചാലും അത് മതിയാവാത്ത കാര്യം തന്നെയാ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ സ്വർണ്ണവളയൊക്കെ കൊടുക്കൂ? അതും സ്വർണത്തിന് ഇപ്പം വലിയ വിലയുള്ള സമയത്ത് നിങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. രേവതി ആണെങ്കിൽ ഇതൊക്കെ ഇവരുടെ ട്രാപ്പാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അങ്ങനെ നിൽക്കുമ്പോൾ
ചോദിക്കുമ്പോൾ നമ്മുടെ സച്ചി പറഞ്ഞു, അതെ, ഈ ആൻറ്റി വന്ന സ്ഥിതിക്ക് എല്ലാവരും ഒക്കെ ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നത് നല്ലതായിരിക്കും. ആരുടെ എന്താ എപ്പോഴാ പോയെന്ന് ഇവർ പറയുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. എടാ സച്ചി, വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നതെന്ന് രവിയും ചോദിക്കുക. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും ഒക്കെ അവിടെ നിന്നപ്പം ഈ മഹിമയാണെങ്കിൽ ഈ വള കൊണ്ടുപോയി നമ്മുടെ രേവതിയുടെ കയ്യിലേക്ക് കൊടുത്തു. രേവതി ആണെങ്കിലോ ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചതിന് ശേഷം, അതെ, ഇത് ഏറ്റവും അധികം ചേരുന്നത് വർഷയുടെ കൈകളിലായിരിക്കും. അതുകൊണ്ട് ഇത് വർഷയ്ക്ക് തന്നെ ഇരിക്കട്ടെ. ആൻറ്റി എന്നെ സ്വന്തം മോളെ പോലെയാണല്ലോ കാണുന്നത്. അതുകൊണ്ട് ഞാനിത് വർഷയ്ക്ക് സമ്മാനിച്ചാൽ ഞാൻ എൻ്റെ അനുജത്തിക്ക് സമ്മാനിച്ചതായിട്ട് ആൻറ്റിക്ക് കരുതാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് രേവതിയും സച്ചിയും നിൽക്കുന്നതും മഹിമയാണെങ്കിൽ വലിയൊരു ബോംബ് പൊട്ടിക്കാൻ എത്തിയത് ഇപ്പോൾ പൊടിഞ്ഞ് പാളീസായി നിൽക്കുന്ന ആ ഒരു അവസ്ഥയിലൊക്കെയാണ് നാളത്തെ വിശേഷമുള്ളത്. അപ്പം വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കാണുക, നിങ്ങളുടെ വിലയേറിയ കമൻസും ഒക്കെ രേഖപ്പെടുത്തുക. അതുപോലെ നമ്മുടെ വീഡിയോസ് താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി കേട്ടോ, അല്ലാത്ത ആൾക്കാർ കാണണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു രാത്രി കൂടി ആശംസിക്കുകയാണ്. ഇതുപോലെയുള്ള റിവ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ യൂട്യൂബ് ചാനൽ സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.